കഴിഞ്ഞ 5 വർഷവും തങ്ങൾ എതിർത്ത എന്തുകൊണ്ട് പിണറായി വിജയനെ അറസ്റ്റ് ചെയ്യുന്നില്ല എന്ന് വരെ ചോദിച്ച ബിജെപിയും സിപിഎമ്മും തമ്മിൽ അന്തർധാരയാണെന്ന് പറഞ്ഞ ആ കേസ് സജീവ ചർച്ചാ വിഷയമായി ഇപ്പോൾ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഒരക്ഷരം വി.ഡി. സതീശൻ മിണ്ടിയോ? സംസ്ഥാനത്തെ പൊതു രാഷ്ട്രീയ സാഹചര്യം UDF സർക്കാരിന്റെ ഏതാനും മാസത്തെ പ്രവർത്തനങ്ങൾ വിലയിരുത്തുമ്പോൾ പൂർണ്ണമായിട്ടും ഈ സർക്കാർ ബാഹ്യശക്തികളുടെ സമ്മർദ്ദത്തിന് ഫലമായി പ്രവർത്തിക്കുന്ന ഒരു സർക്കാരാണ് എന്ന് തെളിയിച്ചിരിക്കുകയാണ്. ഈ അടുത്ത കാലത്തുണ്ടായിട്ടുള്ള എല്ലാ നയപരമായ പ്രശ്നങ്ങളിലും വി.ഡി. സതീശൻ സർക്കാർ തീവ്ര ചിന്താഗതിക്കാരുടെ സമ്മർദ്ദത്തിന് വഴങ്ങി പ്രവർത്തിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. PM ശ്രീ പദ്ധതി തത്വത്തിൽ അംഗീകരിക്കാമെന്ന നിലപാട് സർക്കാർ എടുത്തതിന് ശേഷം ഇത്രയും ദിവസമായിട്ടും സർക്കാരിന് ഒരു ഭരണപരമായ തീരുമാനത്തിലെത്താൻ ഇതുവരെ സാധിച്ചിട്ടില്ല. അതിന്റെ കാരണം മുസ്ലിം ലീഗിന്റെയും ജമാഅത്തെ ഇസ്ലാമി അടക്കമുള്ള മതമൗലികവാദ സംഘടനകളുടെയും ഭീഷണിയും സമ്മർദ്ദവുമാണ് എന്ന് മനസ്സിലാക്കാൻ വലിയ ഗവേഷണ ബുദ്ധിയുടെ ഒന്നും ആവശ്യമില്ല. PM ശ്രീ പദ്ധതി കേരളത്തെ സംബന്ധിച്ചിടത്തോളം വിദ്യാഭ്യാസ മേഖലയിൽ വളരെ ഗുണകരമായ ഒരു മാറ്റത്തിന് കാരണമാവുന്ന പദ്ധതിയാണ്. നമ്മുടെ സ്കൂളുകളുടെ അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിക്കാനും അതുപോലെ നൈപുണ്യ വികസനത്തിനും കലാ കായിക സാംസ്കാരിക രംഗത്ത് കുട്ടികൾക്ക് ആവശ്യമായ പ്രോത്സാഹനത്തിനും കുട്ടികൾക്ക് മികച്ച പോഷകാഹാരം ഉൾപ്പെടെയുള്ള സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുന്നതിനും സ്കൂളുകളുടെ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുത്തുന്നതിനും ഏറെ സഹായകരമാണ് എന്നുള്ള വിലയിരുത്തൽ ഈ സർക്കാർ വന്ന ഉടനെ ഉണ്ടായിരുന്നു. കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങളെല്ലാം ഇതിനോടകം PM ശ്രീ പദ്ധതി നടപ്പാക്കി കഴിഞ്ഞിട്ടുള്ളതുമാണ്. വി.ഡി. സതീശൻ ആദ്യഘട്ടങ്ങളിലെല്ലാം അത് നടപ്പാക്കുന്നതിനോട് അനുകൂലമായിട്ടുള്ള നിലയാണ് സ്വീകരിച്ചത്. എന്നാൽ പാണക്കാടിന്റെയും മുസ്ലിം ലീഗിന്റെയും ജമാഅത്തെ ഇസ്ലാമിയുടെയും സമ്മർദ്ദം കാരണം ഉപസമിതി തീരുമാനമായില്ല എന്ന് പറഞ്ഞ് നീട്ടിക്കൊണ്ടുപോവുകയാണ്. വന്ദേമാതര വിവാദത്തിലും സർക്കാരിന് ഇതേ നിലപാട് തന്നെ. നോക്കൂ, എത്ര മനോഹരമായിട്ടാണ് കർണാടക മുഖ്യമന്ത്രി DK ശിവകുമാർ എഴുന്നേറ്റ് നിന്ന് വന്ദേമാതരം പൂർണ്ണ അർത്ഥത്തിൽ ആലപിക്കുന്നത്. നമ്മളെല്ലാവരും അത് കണ്ടതാണ്. ഒരു ലജ്ജയുമില്ലാത്ത കേരളത്തിലെ കോൺഗ്രസിന്റെ നേതൃത്വം DK ശിവകുമാർ എഴുന്നേറ്റ് നിന്ന് വന്ദേമാതരം അതിമനോഹരമായി പൂർണ്ണമായി ആലപിക്കുന്നത് നാം കണ്ടിട്ടും ഹിമാചൽ പ്രദേശിലെ കോൺഗ്രസ് സർക്കാർ ആയാലും ജമ്മു കാശ്മീരിലെ ഇന്ത്യ മുന്നണിയിലെ സഖ്യകക്ഷിയുടെ സർക്കാർ ആയാലും എല്ലാ സംസ്ഥാനങ്ങളിലെയും മുഖ്യമന്ത്രിമാർ വന്ദേമാതര ഗാനം പൂർണ്ണ അർത്ഥത്തിൽ ആലപിച്ചിട്ടും 4 വരി പോലും പാടാൻ കേരളത്തിലെ മുഖ്യമന്ത്രി ശ്രീ വി.ഡി. സതീശൻ തയ്യാറായില്ല. ദേശീയ പാർട്ടിയായിട്ടുള്ള കോൺഗ്രസിന് കേരളത്തിൽ മാത്രം ഒരു നയം. നോക്കൂ, മറ്റ് സംസ്ഥാനങ്ങളിലെ കോൺഗ്രസും ദേശീയ കോൺഗ്രസും അവർ പറയുന്നത് ഞങ്ങൾ ആദ്യത്തെ 2 സ്റ്റാൻസ പാടുന്നതാണ്. ആ 2 സ്റ്റാൻസ പാടുന്നതുമായി ബന്ധപ്പെട്ട AICC പരിപാടിയിലെ വിവാദം അവിടെ ഇരിക്കട്ടെ. പക്ഷെ കേരളത്തിൽ 2 സ്റ്റാൻസ പോലും ഞങ്ങൾ പാടില്ല എന്നാണ്. ഈ വ്യത്യാസം എങ്ങനെയാണ് ഉണ്ടാവുന്നത്? കർണാടകത്തിലെയും മറ്റ് കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെയും ഹിമാചൽ പ്രദേശിലും അടക്കമുള്ള സംസ്ഥാനങ്ങളിലെയും ഇന്ത്യ മുന്നണിയിലെ മറ്റ് കക്ഷികൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെയും തെലങ്കാനയിലെയും എല്ലാം മുഖ്യമന്ത്രിമാർക്ക് വന്ദേമാതരം പാടാം. അർബൻ നക്സലുകളായിട്ടുള്ള രാഹുൽ ഗാന്ധിയും
സോണിയാഗാന്ധിയും നയിക്കുന്ന AICC നേതൃത്വത്തിന് 2 സ്റ്റാൻസ പാടാം. എന്നാൽ കേരളത്തിൽ മാത്രം ശ്രീ VD സതീശന് ഒറ്റ വരി പോലും വന്ദേമാതരം പാടാൻ ഞങ്ങൾ തയ്യാറില്ല. സർക്കുലർ ഇറക്കിയിരിക്കാൻ. ഇവിടെ ജനഗണമന മാത്രമേ പാടാവൂ. എന്തുകൊണ്ടാണ് ഈ വ്യതിയാനം ഉണ്ടാവുന്നത്, ഈ വ്യത്യാസം നേരിട്ട് കാണുന്നത്? കേരളത്തിലെ സർക്കാർ മുസ്ലിം ലീഗിന്റെയും ജമാഅത്തെ ഇസ്ലാമിയുടെയും പോപ്പുലർ ഫ്രണ്ടിന്റെയും തീവ്ര വർഗീയ ചിന്താഗതിക്കാരുടെയും സമ്മർദ്ദത്തിനപ്പുറത്തേക്ക് പോവാൻ കഴിയാത്ത ഒരു പാർട്ടിയാണ്, മുന്നണിയാണ്. അതാണ് ഈ വ്യത്യാസം. എല്ലാ കാര്യങ്ങളിലും അതാണ് സംഭവിക്കുന്നത്. ആശയപരമായ നിലപാടുകളുടെ കാര്യത്തിലും ഭരണപരമായ പല കാര്യങ്ങളിലും ഇത് പ്രകടമാണ്. ഇപ്പൊ കഴിഞ്ഞ ഗവൺമെന്റിന്റെ കാലത്ത് എന്തെല്ലാം കാര്യങ്ങൾ ശ്രീ VD സതീശൻ പരസ്യമായി പറഞ്ഞു, അതിനെല്ലാം വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് സ്വന്തം മുന്നണിയുടെ കാര്യത്തിൽ മാത്രമല്ല, പ്രതിപക്ഷ മുന്നണിയുടെ കാര്യത്തിലും വളരെ പ്രകടമാണ്. ഇപ്പൊ നോക്കൂ, ഞാൻ ഒരു ചെറിയ ഉദാഹരണം പറയാം. കഴിഞ്ഞ 5 കൊല്ലവും മുഖ്യമന്ത്രി ശ്രീ VD സതീശൻ ഞങ്ങളെ ആവർത്തിച്ച് ആക്ഷേപിച്ചുകൊണ്ടിരുന്ന ഒരു കാര്യമായിരുന്നു ശ്രീ പിണറായി വിജയനെതിരായിട്ട് ഉയർന്നു വരുന്ന കേസുകളിലെ അന്വേഷണത്തെ സംബന്ധിച്ചുള്ള അഭിപ്രായ വ്യത്യാസം. മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രതിയായിട്ടുള്ള, അല്ലെങ്കിൽ അദ്ദേഹം ആരോപണ വിധേയനായിട്ടുള്ള, അദ്ദേഹത്തിന്റെ മകൾ പ്രതിയായിട്ടുള്ള എക്സാലോജി കേസിൽ, കരിമണൽ ഖനന കമ്പനിയിൽ നിന്ന് പണം അനധികൃതമായി വാങ്ങിയ കേസിൽ, SFIO കേസിൽ മോദിയും അമിത്ഷായും പിണറായിയെ സഹായിക്കുന്നു. ഇതായിരുന്നു 5 കൊല്ലവും പറഞ്ഞുകൊണ്ടിരുന്നത്. CJP എന്നാണ് രാഹുൽ ഗാന്ധി വരെ പറഞ്ഞുകൊണ്ടിരുന്നത്. കമ്മ്യൂണിസ്റ്റ് ജനതാ പാർട്ടി ശ്രീമാൻ പിണറായി വിജയനെയും മകളെയും അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങളെയും മരുമകനെയും ഉൾപ്പെടെ ആരോപണ വിധേയമായിട്ടുള്ള, അല്ലെങ്കിൽ കേസിലകപ്പെട്ടിട്ടുള്ള ആ കേസിനെ സംബന്ധിച്ച് 5 വർഷവും ശ്രീ VD സതീശനും UDFും ആക്ഷേപിച്ചുകൊണ്ടിരുന്നത് BJP CPM ഡീലാണ് ഈ കേസിൽ നിന്നാണ്. SFIO കേസ് നീണ്ടുപോകാനുള്ള കാരണം നിരന്തരമായ കോടതി ഇടപെടലുകളായിരുന്നു. ഡൽഹി ഹൈക്കോടതി, കേരള ഹൈക്കോടതി, അങ്ങനെ നിരവധി കോടതികളിൽ എക്സാലോജി കേസ് നീട്ടിക്കൊണ്ടുപോവാൻ കരിമണൽ കർത്തയും പിണറായി വിജയനും സംയുക്തമായി ശ്രമിച്ചതിന്റെ ഫലമായിട്ടാണ് ആ കേസിന്റെ തുടർ നടപടികൾ വൈകിയത്. അവസാനം ഈ സർക്കാർ പോയതിനു ശേഷമാണ് കേരള ഹൈക്കോടതി ആ കേസിന്റെ അന്വേഷണം തുടരാമെന്നുള്ള നില സ്വീകരിച്ചത്. ഉടനെ തന്നെ ആ കേസിന്റെ അന്വേഷണം മുന്നോട്ട് പോയി. ഒരക്ഷരം, ഒരു പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെന്റ്. കഴിഞ്ഞ 5 വർഷവും തങ്ങൾ എതിർത്ത, എന്തുകൊണ്ട് പിണറായി വിജയനെ അറസ്റ്റ് ചെയ്യുന്നില്ല എന്ന് വരെ ചോദിച്ച, BJPയും CPMഉം തമ്മിൽ അന്തർധാരയാണെന്ന് പറഞ്ഞ ആ കേസ് സജീവ ചർച്ചാ വിഷയമായി ഇപ്പോൾ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഒരക്ഷരം VD സതീശൻ മിണ്ടിയോ?